വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള മൽച്ചന്തേരിയിൽ ഒരു ടോപ്പ് ദുപ്പട്ട ആട്ടോ കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റയർ ഷെയ്ഡാണ്. നല്ല ഒരു ആഷും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ശരിക്കും ഒരു റയർ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനത്തെ ഷെയ്ഡ് നമ്മൾ ചെയ്തിട്ടില്ല എപ്പോഴും. ഒന്നുകിൽ ഇതിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്കർ ഷെയ്ഡാ ചെയ്തിട്ടുള്ളൂ. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതും ലാസ്റ്റ് ടൈം വന്ന മൽച്ചന്തേരിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഒരു കോട്ടന്റെ ഒരു മിക്സ്ഡ് പോലെ നല്ലൊരു ഇതാണ്. കുറച്ച് മൽച്ചന്തേരി അല്ലെങ്കിൽ ചന്തേരി ഫാബ്രിക് ഇത്തിരി സ്റ്റിഫ് ആയിട്ടാണ് വരുന്നത്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതും നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഈ ഒരു സെയിം നെക്ക് പാറ്റേണിലേക്ക് തന്നെ ചെയ്തേക്കുന്നത്. കാരണം അത്രയും കുറച്ചും കൂടെ ആ നെക്ക് ഒന്ന് വൈഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതില് ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വരുന്നുണ്ട്. ഒരു സ്കാൽപ്പിന്റെ ഡിസൈനിലോട്ട് ഇതേപോലെ മൾട്ടി കളർ എംബ്രോയിഡറി വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഏറ്റവും ഹൈലൈറ്റ്, അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് നമ്മൾ ആ സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എംബ്രോയിഡറി ഓൾ ഓവർ ആ ഒരു ഫാബ്രിക്കിലോട്ട് ആ ഒരു ബൂട്ടാസ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ഒരു ദുപ്പട്ട സെയിം ഫാബ്രിക്കിലോട്ട് തന്നെ ഇതിനൊരു ദുപ്പട്ട രണ്ട് സൈഡ് ഇതേപോലെ ഈ ഒരു സെയിം എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു എംബ്രോയിഡറി വരുന്ന ആ ഒരു ഫാബ്രിക്കിൽ തന്നെ ഈ എംബ്രോയിഡറി കണ്ടോ ക്ലോസ് ആയിട്ട് കാണുന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിലെ ചെറിയ ബൂട്ടാസ് ഇതിനകത്തോട്ടും വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളിപ്പോ ഒത്തിരി ഷൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എപ്പോഴും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ സെയിം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൽച്ചന്തേരിയിൽ നമ്മൾ വിത്ത് ലൈനിങ് ബോട്ടം റെഡിയാക്കാം. അത് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. കാരണം ഞാനിപ്പോൾ ബോട്ടം റെഡിയാക്കിയിട്ടുള്ള അത്യാവശ്യം ഒരു 49 ലെങ്ത് കൊടുത്തിട്ടാണ് ടോപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാസ് ലുക്കാണ്. ബോട്ടം ഒരു പലാസോ ഒക്കെ ഇതിന്റെ കൂടെ വെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ബോട്ടനൊക്കെ വിത്ത് ഈ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ നമ്മൾ 2 കളേഴ്സിലോട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക നമ്മൾ ഇതിന്റെ ബാക്കിലോട്ട് ഒരു പൈപ്പിംഗ് ഒരു വെറൈറ്റി ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ബാക്ക് ഈ ഒരു എന്താ പറയാ ഇത് ലേസ് പാറ്റേൺ കൊടുക്കാന്ന് വിചാരിച്ച് എന്നിട്ട് ഒരു പൈപ്പിംഗ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ജോയിന്റിൽ ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിലും കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളും വേണം എന്നുള്ളവർക്ക് അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇത്. നമ്മളെ വേറെ ഇത് ഞാനിപ്പോ വേറെ ഇതിന്റെ ബാക്കിലോട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ സെക്കൻഡ് കളർ വരുന്നത് ഈ ഇതാണ്. ഒരു പിങ്കും ഒരു മൗ ഷെയ്ഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അതിന്റെ എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു ഇതിലായിരിക്കും സ്കാലപ്പ് വന്നിട്ട് സെയിം ആ ഒരു ത്രെഡും 3 കളേഴ്സിലെ ത്രെഡും ലീഫൊക്കെ ആയിട്ട് ബാക്ക് സൈഡ് ഇതേപോലെ വന്നേക്കുന്നത്. അപ്പോൾ സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ വിത്ത് ദുപ്പട്ട വേണ്ടവർക്ക് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അധികം ഉണ്ടാവില്ല. ഒരു യുണീക്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോപ്പ് ദുപ്പട്ട വേണം എന്നുള്ളവർ ഈ ഒരു കളറ് അടിപൊളിയാണ്, മിസ് ചെയ്ത്. ഇനി നമുക്ക് ദുപ്പട്ട ഇല്ലാതെ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഇപ്പൊ 2 സൈഡിലോട്ടും ഈ ഒരു എംബ്രോയിഡറിയും കാണണം എന്നുള്ള ലുക്ക് വേണം എന്നുള്ളവർക്ക് ഇതേപോലെ നല്ലൊരു സ്ലിം ഫിറ്റ് ആയിട്ട് തോന്നും. എല്ലാവരും മൽച്ചന്തേരി നമുക്ക് ഭയങ്കര വണ്ണം തോന്നും എന്നുള്ള അങ്ങനെ തോന്നുകയേ ഇല്ല. അത്രയും പ്ലീറ്റ്സ് ഇട്ട് അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്നുണ്ട്. അതുപോലെ കണ്ടോ, അതുപോലെ തന്നെ നല്ല സ്ലിം ആയിട്ട് തോന്നും. നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ്. ഇതുപോലെ വിത്തൗട്ട് ദുപ്പട്ട ഈ ഒരു ലുക്ക് ആയിരിക്കും. വിത്ത് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് ഇങ്ങനെയും ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ദുപ്പട്ടയും കൂടെ കൊടുക്കാം. അപ്പൊ അടിപൊളിയാണ്. അടുത്ത കളർ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഇത് കുറച്ച് വീഡിയോയിൽ ഇച്ചിരി ഡാർക്ക് ഒരു ബ്ലൂ ആട്ടോ. ആക്ച്വലി ഇതൊരു ആഷും ബ്ലൂ അങ്ങനത്തെ ഒരു മിക്സ് ആണ്. ഒത്തിരി ഡാർക്ക് ബ്ലൂ അല്ല കേട്ടോ. ഞാനത് പ്രത്യേകം പറയുന്നത്. നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആണ്. ഞാൻ ഒറിജിനൽ പിക്ക് ഞാൻ ഇട്ട് തരാം. കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വീഡിയോ കാണുന്നത്. അത്രയും ഡാർക്ക് അല്ല, കുറച്ചും കൂടെ ലൈറ്റ് ആണ്. നല്ലൊരു ഷെയ്ഡാണ്, ഒരു റയർ ഷെയ്ഡാണ് കേട്ടോ. അപ്പം അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് കളറാണെന്ന് എനിക്കും അറിയില്ല. ഒരു പിങ്കിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണോ, അതുപോലെ നല്ലൊരു റയർ ഷെയ്ഡല്ല, നിങ്ങൾ തന്നെ പറ. കാരണം നമ്മൾ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, പിങ്ക് അല്ല, ഡാർക്ക് പിങ്ക് അല്ല, ഒരു പീച്ചിന്റെ ഷെയ്ഡാണോ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്തോട്ടും നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ചെയ്തിട്ടുണ്ട്. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ യോക്കില് ഒരു സ്കാൽപ്പ് എംബ്രോയിഡറി തന്നെ അതിനകത്ത് സെൽഫായിട്ട് വരുന്നുണ്ട്. പിന്നെ ഓൾ ഓവർ ഇതുപോലെ ആ ഒരു ഗ്രീൻ കളറും ത്രെഡും കൊണ്ടുള്ള ഒരു ഡിസൈൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ എൻഡിലും ഇതേപോലെ 2 സൈഡ് ഇതുപോലെ തന്നെ സ്കാൽപ്പ് വരുന്നുണ്ട്. ഒരു ബൂട്ടാസ് മൽച്ചന്തേരിയുടെ ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മൽച്ചന്തേരി ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള തോന്നുന്നുണ്ട്. അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഈ ഫാബ്രിക്. സാധാരണക്കാട്ടിലും മൽച്ചന്തേരിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് ദുപ്പട്ട. ഇനി നിങ്ങൾക്ക് ടോപ്പ് ഓൺലി വേണം എന്നുള്ളവര് ഇതുപോലെ ഒരു ടോപ്പ് ഓൺലി ആയിട്ടും ബോട്ടനൊക്കെ വിത്ത് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്ക് പാറ്റേൺസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബോട്ടം വേണമെങ്കിലും ടൈം എടുത്തിട്ട് വെയർ ചെയ്ത് തരാം. ടോപ്പ് ദുപ്പട്ട അറ്റ് പ്രസന്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ടോപ്പ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പൊ ദുപ്പട്ട നിങ്ങൾക്ക് എന്താ പറയാ
വേണ്ട ഫ്രോക്ക് പോലെ ടോപ്പ് വേറെ ആണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ല വൺ സൈഡ് ദുപ്പട്ട കമ്പൽസറി ആണെന്നുള്ളത്. ഞാൻ ഇതിന്റെ ഈ സ്കാൽപ്പ് കാണാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ബോർഡർ ആയിട്ട് ഇടുന്നേ. അതുപോലെ നിങ്ങൾക്ക് വീതിയിൽ ഇതേപോലെ ഒരു ഡിസൈനിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891 അതിലേക്ക് മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.